എൻ.എം. വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ബത്തേരി എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നാളെ വീണ്ടും ചോദ്യം ചെയ്യും. കൽപ്പറ്റ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ക്യാമ്പിലായിരുന്നു ചോദ്യം ചെയ്യൽ. അനൂപുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വയനാട് DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപ് പൂർത്തിയായിരിക്കുന്നു. നാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഐ.സി. ബാലകൃഷ്ണൻ ഹാജരാകും. കൽപ്പറ്റ പോലീസ് ഹെഡ്ക്വാർട്ടർ ക്യാമ്പിലായിരുന്നു ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ നടന്നത്. രാവിലെ 11 മണിക്കാണ് ഐ.സി. ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അന്വേഷണ സംഘം തലവൻ ബത്തേരി ഡിവൈഎസ്പി കെ അബ്ദുൾ ഷരീഫ് ഉൾപ്പെടെയുള്ള ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷണ സംഘം സംയുക്ത പോലീസ് അന്വേഷണ സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ പുത്തൂർ വയൽ ക്യാമ്പിൽ എത്തിയിരുന്നു 10 മണിക്ക് തന്നെ. എന്നാൽ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ 11 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും അതോടൊപ്പം KK ഗോപിനാഥിന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച മൊഴികളും ഈ മൊഴികൾക്ക് ആസ്പദമായ അനുബന്ധ തെളിവുകളും മുൻനിർത്തിയാണ് ഐ.സി. ബാലകൃഷ്ണനെ ഇന്ന് പ്രധാനമായും ചോദ്യം ചെയ്തത്. അതോടൊപ്പം ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് തന്റെ ഈ എൻ.എം. വിജയൻ നൽകിയ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ ഒരു പ്രധാന പരാമർശം ഉണ്ടായിരുന്നു. തന്റെ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റൊരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് നിയമിക്കാൻ എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ ഇടപെടൽ നടത്തി, അതിനായി ശുപാർശ കത്ത് നൽകി തുടങ്ങിയ കാര്യങ്ങൾ. ഏതായാലും ആ ശുപാർശ കത്ത് സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘം ഐ.സി. ബാലകൃഷ്ണൻ എന്ന് ചോദിച്ചു. എന്നാൽ അതിനൊന്നും കൃത്യമായൊരു മറുപടി ഐ.സി. ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ഐ.സി. ബാലകൃഷ്ണനോട് ചോദിച്ചു. ഏതായാലും ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്നായിരുന്നു ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ എം.എൽ.എ. പ്രതികരിച്ചത്. എന്നാൽ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ആ വിധത്തിലൊരു സഹകരണം എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം ഈ അനീഷ് ജോസഫിന്റെ എം.എൽ.എ. ഓഫീസ് ഇടപെട്ട് നിയമനത്തിന് പണം വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച അനീഷ് ജോസഫിന്റെ ആ സംഭവവും അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എം.എൽ.എയോട് ചോദിച്ചത്. ഏതായാലും ആ സാഹചര്യത്തിലും അത് നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഏതായാലും കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ നിർദ്ദേശിച്ച 3 ദിവസത്തെ സമയബന്ധിത കസ്റ്റഡിയിലാണ് ഐ.സി. ബാലകൃഷ്ണൻ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ശനി വരെ ചോദ്യം ചെയ്യൽ തുടരും. നാളെയും പുത്തൂർ വയൽ പോലീസ് ഹെഡ്ക്വാർട്ടർ ക്യാമ്പിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഐ.സി. ബാലകൃഷ്ണൻ ഹാജരാകും. ശരി, വ്യക്തമാണ് അനൂപ്. എൻ.എം. വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വിവരങ്ങളാണ് അനൂപ് പങ്കുവച്ചത്.